എന്നോടൊപ്പം ഉള്ളത് ഒരു ഹോളിവുഡ് ആക്ടറാണ്. പക്ഷെ ആ ഹോളിവുഡ് ആക്ടർ പയ്യന്നൂർ സ്വദേശിയാണ്. Tip everything that way. A little bit. This way. Yeah, that's it there. പയ്യന്നൂര് അധികം ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ ഞാൻ ലൊക്കേഷനിൽ പോയിട്ട് പണ്ടേ ചാൻസ് ചോദിക്കലുണ്ട്. ബിടെക്കിൽ പോയിട്ട് ചാൻസ് ചോദിച്ചിനി, പിന്നെ ആസിഫ് അലിയുടെ കൊത്തിൽ പോയിട്ട് ചാൻസ് ചോദിച്ചിനി. പക്ഷെ അതിലെല്ലാം കിട്ടീനി. നമ്മളെ കാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് നടത്തിക്കൂ, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു മൂലക്കേക്ക് നടത്തിക്കൂ. ഫിലിം വന്നിട്ട് നോക്കുമ്പോൾ ഉണ്ടാവില്ല. ബസ്സിൽ പോകുന്നൊരു സീൻ എടുത്തിന് കൊത്തിൽ ആസിഫ് അലിയുടെ. ഫിലിമെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു സീൻ അതിൻ്റെ ഒത്ത് ബേക്കിൽ ഇരുത്തിച്ചിട്ട് എടുത്തിന്. ആഴ്ച മുഖം കിട്ടിയിട്ടുണ്ടാവുന്ന വെച്ചാൽ എത്തിയിട്ടെല്ലാം നോക്കി. ലാസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് നോക്കുമ്പോൾ ബസ് പോകുന്നു, ഞാനില്ല അതിൻ്റെ ഒത്ത്. ഹോളിവുഡ് ആക്ടറിനോട് മലയാളത്തിൽ നിന്നുണ്ടായ അനുഭവം പറഞ്ഞു. അങ്ങനെ ആക്ടർ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു എന്നോട് സംസാരിച്ചു. കഴിഞ്ഞാൽ നമ്മളെ ദിലീപിന്റെ CID മൂസ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഞാനാണ്. അതിന്റെ ഇടക്കാന്ന് ഈ ആക്ടറിന്റെ ഒരു പടം കണ്ടിട്ടില്ല. ആക്ടേഴ്സിനെ ഒന്നും ശരിക്കും അറിയാനില്ല. ഓരോ ആൾക്കാർ ഫോട്ടോ കാണുമ്പോൾ പറയും ഇയാള് ഗെയിം ഓഫ് ത്രോൺസിലുണ്ട്, ഇയാള് വലിയ ആക്ടർ എന്ന് പറയുമ്പോൾ അതെ വലിയ ആക്ടറാണ്. ഞാൻ അങ്ങനെ പറയുന്നല്ലാണ്ട് ആരൊക്കെയായിട്ട് അറിയില്ല. ആ ഗെയിം ഓഫ് ത്രോൺസിലെ ചെങ്ങായി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിന്. അത് അയക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്നൂരിന്ന് ഞാൻ ഗെയിം ഓഫ് ത്രോൺസിലെ ജോസഫ് അൾട്ടിൻ എന്ന് പറഞ്ഞിട്ടൊരു ആക്ടർ ഉണ്ട്. അതൊരു വലിയൊരു ആക്ടറാണ്. അവരോട് ഞാനിങ്ങനെ ലാസ്റ്റ് ബ്രീത്തിലെ ഫിലിമിലെ സമയത്ത് ഞാനുമായിട്ടുള്ളൊരു സീനുണ്ട്. അപ്പോൾ ഈ ബ്രേക്കിൻ്റെ സമയത്ത് സംസാരിക്കുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഒരു ആക്ടറിനോട് ഫോൺ നമ്പർ ചോദിച്ചാലോ ആക്ടർ ചൂടായനോട്. ശരിക്കും ആ ഫോൺ നമ്പർ ചോദിച്ചതെന്ന് പറഞ്ഞാൽ സാർ എന്നെ ഫിലിമിലേക്ക് എടുക്കുമെന്ന് ഇങ്ങനെ ചോദിച്ചതാണ്. ആ കാര്യം ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു. ഇയാളോട് പറഞ്ഞുതരോ. അയാൾ എന്തായാലും തന്നെ പറഞ്ഞ ഒരു ആക്ടറിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം കുളത്തിന്റെ അടിയിൽ കാലെല്ലാം കുടുങ്ങുന്ന ഒരു സീൻ ഉണ്ട്. അതെല്ലാം ഞാനാ ചെയ്ത്. എല്ലാവരും സെറ്റ് ഇട്ടതാണ്. ആ തടാകമൊക്കെ സെറ്റാണോ? ഈ സിനിമ കണ്ടിട്ട് മലയാളി സംവിധായകരാരെങ്കിലും വിളിക്കുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? വിളിക്കുന്നില്ല പ്രതീക്ഷ ഇല്ല. അല്ല ഉണ്ട്, വിളിക്കുന്നില്ല പ്രതീക്ഷ ഉണ്ട്. നടനായിട്ട് ഇത് കോമഡി ആണോ ഇഷ്ടം? നന്നായിട്ട് കോമഡി റോളൊക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ദിലീപാണ്. ആണോ? ഒരു മിനിറ്റ്, ഇത് മാറ്റണേ. ദിലീപ് ഏട്ടനെ ഇല്ല ഏട്ടനെന്ന് പറയാൻ മറന്നുപോയി. ആൾക്കാർക്ക് ഒരു മിനിറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ദിലീപ് ഏട്ടനെയാണ്. ദിലീപ് ഏട്ടൻ നമ്മളിപ്പോ സ്നേഹത്തോടെ എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല. സ്നേഹം ഉണ്ടായാൽ മതിയല്ലോ ഉള്ളില്. സ്നേഹത്തോടെ അതല്ല നമ്മൾ പെട്ടെന്ന് സ്നേഹത്തോടെ നീ കുറച്ച് ആട്ടും കാട്ടും. നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചാൽ എന്തും നമുക്ക് പ്രപഞ്ചം നേടിത്തരും. അതിനൊരു ഉദാഹരണമാണ് ഇബ്രാഹിം അഷ്ഫാഖ്. അപ്പോൾ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഹായ്. എന്നാ ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കുക നമ്മുടെ സ്വന്തം ഹോളിവുഡ് ആക്ടറെ. എന്റെ പേര് ഇബ്രാഹിം അഷ്ഫാഖ് ആണ്. ഞാൻ കണ്ണൂർ പയ്യന്നൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. പയ്യന്നൂർ എവിടെയാ? പയ്യന്നൂർ എട്ടിക്കുളം എന്ന് പറയും. എട്ടിക്കുളം. അപ്പോൾ ശരിക്കും കണ്ണൂരിൽ നിന്നൊക്കെ ഒരു ഹോളിവുഡിലേക്ക് ഒരു എൻട്രി, അതൊക്കെ ഒരിക്കലും ആർക്കും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതൊരു നിസ്സാര കാര്യമല്ല. എങ്ങനെയായിരുന്നു ആ ഒരു എൻട്രി? എന്റെ ചെറുപ്പം മുതലേ ഒരു ആഗ്രഹമാണ് ഒരു ആക്ടർ ആവണമെന്നില്ലേ. അതിനു വേണ്ടിക്ക് ഞാൻ ഒരുപാട് പരിശ്രമിച്ച്, മലയാളത്തിൽ ഒരുപാട് പരിശ്രമിച്ച്. ബട്ട് ആ ഒരു ചാൻസ് ഒന്നും തന്നിട്ടില്ല. പിന്നെ ഞാൻ ജോലിക്കും വേണ്ടിക്ക് മാൾട്ടയിലേക്ക് പോയാലാ എനിക്ക് ഹോളിവുഡിലേക്ക് ഒരു ചാൻസ് കിട്ടിയത്. മാൾട്ട യൂറോപ്പിലേക്ക് പോയത് ശരിക്കും സിനിമാ മോഹം കൊണ്ട് തന്നെയാണോ? അല്ല, ജോലിക്ക് വേണ്ടിക്ക് പോയതാ. മലയാളത്തിൽ ഒരുപാട് ട്രൈ ചെയ്ത് ചാൻസ് കിട്ടാണ്ട് നടന്നേരല്ലോ. പിന്നെന്തായാലും ഒരു ടൈം ആകുമ്പോൾ എല്ലാവരും ജോലിക്ക് പോകണമല്ലോ. അതേപോലെ മാൾട്ടയിലേക്ക് പോയാലും കിട്ടിയ ചാൻസാ. ശരിക്കും ഹോളിവുഡിൽ ഇപ്പൊ 5 സിനിമ അഭിനയിച്ചു. അപ്പൊ മലയാളത്തില് ചാൻസ് കിട്ടേണ്ട ഒരാളാണ്. അപ്പോ അതെന്തായിരുന്നു അപ്പൊ അവിടെയൊക്കെ പോയപ്പോൾ എക്സ്പീരിയൻസ്? മലയാളത്തില് കാസ്റ്റിംഗ് കോഡ് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കുറെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി ചാൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, ചാൻസ് കിട്ടിയിട്ടില്ല. കുറെ ഡയറക്ടേഴ്സിനോട് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് സിനിമയാണ് അല്ലെങ്കിൽ ഏത് വർഷമാണ് ആദ്യമായിട്ട് ചാൻസ് ചോദിച്ചു പോയത്? ഞാനൊരു 10th പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഫിലിമിൽ ചാൻസ് ചോദിച്ച് നടന്നിട്ടുണ്ട്. 10th മുതലേ ഇങ്ങനെ ഒരുപാട് ഫിലിമിന്റെ ലൊക്കേഷനിലെല്ലാം പോയിട്ട് ചാൻസ് ചോദിക്കലുണ്ട്. നാട്ടില് ലൊക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു? പയ്യന്നൂർ ഒരുപാട് ഫിലിമിന്റെ ലൊക്കേഷൻ ഉണ്ടാവലുണ്ട്. നമ്മളെ തട്ടത്തും മറയത്തൊക്കെ അവിടെയാണ്. ആ സമയത്തൊക്കെ ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ട്? സമയത്തില്ല, പോയിട്ടില്ല. അപ്പൊ എങ്ങനെയായിരുന്നു ആക്ടിങ് സ്വന്തം പഠിച്ചെടുത്ത? ചാൻസ് ചോദിച്ച ഒരുവിധം ഡയറക്ടേഴ്സ് എല്ലാം പറഞ്ഞ് ഡയറക്റ്റ് പിന്നെ കാസ്റ്റിംഗ് കോഡ് പങ്കെടുക്കുക, അങ്ങനെ ചാൻസ് ഉണ്ടാവുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലാണ്ടില്ല ചാൻസ് ഒന്നും തന്നിട്ടൊന്നുമില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ പോകുമ്പോൾ ഫോർ ഷൂട്ടിംഗ് ലൊക്കേഷൻ എഴുതിയിട്ട് ഒരു വണ്ടി പോകുന്നുണ്ടായി. അപ്പൊ അതിന്റെ പുറകിലേ ഞാൻ പോയി. അവിടെ പോയിട്ട് ഡയറക്ടറിനെ കണ്ടിട്ട് ചാൻസ് ചോദിച്ചാലോ. ഡയറക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല, കയ്യിലേത് വണ്ടിന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ RX-100 പറഞ്ഞു. പറഞ്ഞ എന്നാല് നാളെ വാന്ന് പറഞ്ഞു. പിന്നെ കോളേജിലേക്ക് പോവാണ്ട് കോളേജ് ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പകുതിക്ക് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് പോയി.
പിന്നെ അങ്ങനെ ഒരു കണ്ണൂരല്ലേ നീ കുപ്പിയെടുക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല ചെറിയൊരു ഡയലോഗും. എടാ ഇവിടെ ഒരു ജാഥ നടക്കുന്നുണ്ടേ, എന്താന്നറിയില്ല, കണ്ണൂരല്ലേ പറയാൻ പറ്റില്ലല്ലോ. നീ കുപ്പി അടിക്കാനുള്ള ഏർപ്പാടാക്കിക്കോ. ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞ ഒരു ഫിലിമിൽ ചാൻസ് കിട്ടി. അപ്പൊ അതൊക്കെ അത്ര ശ്രദ്ധിക്കപ്പെട്ടൊരു വേഷമായിരുന്നില്ല ലൈഫില്. പിന്നെ ഹോളിവുഡ് പോയപ്പോഴാണ് ജീവിതം ഒന്ന് മാറി മറിഞ്ഞത് അല്ലേ? ഹോളിവുഡ് ഏതായിരുന്നു ഫസ്റ്റ് മൂവി? ലാസ്റ്റ് ബ്രീത്ത് ആണ് ഫസ്റ്റ് ഫിലിം. അത് റിലീസായി. അതിന്റെ റിവ്യൂ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. എല്ലാവരും ഒരുപാട് സപ്പോർട്ടാ, ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. ലാസ്റ്റ് ബ്രീത്തിന് മുന്നേ ഫസ്റ്റ് വേറെ ഏതോ മൂവി ആയിരുന്നില്ലേ അഭിനയിച്ചത്? നോട്ട് വിത്തൗട്ട് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് അത് റിലീസ് ആയിട്ടില്ല, നെക്സ്റ്റ് മന്ത് റിലീസാണ്. നോട്ട് വിത്തൗട്ട് ഹോപ്പ്. നോട്ട് വിത്തൗട്ട് അതാണോ ഈ അവതാർ പോലെയൊക്കെയുള്ള? അല്ലല്ല, അത് മാജിക് ഫാർ അവേ ട്രീ. മാജിക് ഫാർ അവേ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ഉണ്ട്. 5 സിനിമയുടെ പേരും ഒന്ന് പറഞ്ഞേ ആദ്യം തന്നെ. ലാസ്റ്റ് ബ്രീത്ത്, നോട്ട് വിത്തൗട്ട് ഹോപ്പ്, മാജിക് ഫാർ അവേ ട്രീ, ദി ആക്സെന്റ്, ഹംഗറി. അപ്പൊ ഇതില് ഏറ്റവും 3 ആ റോളുകളൊക്കെ ഒന്ന് പറഞ്ഞു, ഈ സിനിമകളിലൊക്കെ ഉള്ള റോളും. മാജിക് ഫാർ അവേ ട്രീ ഫാന്റസി മൂവിയാണ്, നല്ലൊരു ഫിലിമാണ്. ഒരു വലിയ ചെവിയും മൂക്കും ഇതെല്ലാം ആയിട്ടുള്ള ഒരു പടമാണ്. നോട്ട് വിത്തൗട്ട് ഹോപ്പ് ആണ് ഫസ്റ്റ് മൂവി. അപ്പൊ ആ സിനിമയിലേക്ക് എത്തുന്ന ഒരു ജേണി ഉണ്ടല്ലോ. അപ്പൊ നമ്മള് മാൾട്ടയിൽ പോയി, അപ്പൊ ആ ഒരു ജേണി പറഞ്ഞിട്ട് നമുക്ക് അതിലെ ക്യാരക്ടർ ഒക്കെ ഒന്ന് പറയാം. മാൾട്ടയിലേക്ക് ജോലിക്കായിട്ട് മാൾട്ടയിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കി ഫിലിം ഉണ്ടോന്ന്. അപ്പോൾ ഒരുപാട് ഫിലിം ഫീൽഡാന്ന് തോന്നുന്നു മാൾട്ട, ഫിലിം ലൊക്കേഷനാണ് മാൾട്ട. അങ്ങനെ ഓൺലൈനിൽ തന്നെ ട്രൈ ചെയ്ത് ഒരു ഡയറക്ടറിനെ കണ്ടിട്ട് പോയിട്ട് ചാൻസ് ചോദിച്ച്, ഡയറക്ടർ ഇല്ലാന്ന് പറഞ്ഞു, ചാൻസ് ഇല്ലാന്ന് പറഞ്ഞു. പിന്നെയും ട്രൈ ചെയ്താകുമ്പോൾ ഒരു ഫിലിമിൽ ചാൻസ് കിട്ടി, ലാസ്റ്റ് ബ്രീത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോളിവുഡ് ഫിലിമിൽ. പിന്നെ അത് വെച്ച് ബാക്കിയുള്ള എല്ലാ ചാൻസും. അതിൽ അഭിനയിച്ച ആരുടെ കൂടെയായിരുന്നു അഭിനയിച്ചത്? എല്ലാവരും നല്ല ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നില്ലേ? ഗെയിം ഓഫ് ത്രോൺസിലെ ആക്ടേഴ്സ് ഉണ്ട്, മാർവലിലെ ആക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം അടിപൊളിയാ, നല്ല പിന്നെ പരിചയമായി, നല്ല രസമുണ്ടായി. ഗെയിം ഓഫ് ത്രോൺസിലെ ജോസഫ് ആറ്റ്ലിന്റെ കൂടെ നല്ല റോളായിരുന്നു അല്ലേ? കോമ്പിനേഷൻ സീൻ ഒക്കെ ഉണ്ടായോ? കോമ്പിനേഷൻ സീൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹമൊക്കെ ഇങ്ങനെ മലയാളിയാണ് എന്നൊക്കെ അറിഞ്ഞപ്പോ എന്തൊക്കെയാ സംസാരിക്കൊക്കെ ചെയ്തത്? അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന ടൈം പിന്നെ എന്നോട് എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ത്യയിലാന്ന് പറഞ്ഞു. ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് വരുന്ന ഇതാന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് വിശ്വാസമില്ല, കേരളത്തിൽ നിന്ന് ഫിലിമിൽ അഭിനയിക്കാനാണോ വന്നേന്ന് വെച്ച്. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു, ഫിലിമിൽ അഭിനയിക്കാനായിട്ട് വന്നേന്ന് അവരോട് പറഞ്ഞു. അവർക്ക് ഒരുപാട് ഇഷ്ടമായി, അവർ നമ്പറൊക്കെ വാങ്ങി. ഇപ്പോ കോണ്ടാക്ട് ഉണ്ട്. ഈ നമ്പർ വാങ്ങിയ കഥ പറഞ്ഞപ്പോഴാ അവരോട് എന്തോ ഒരു ഞാനിങ്ങനെ സംസാരിച്ചപ്പോ എന്തോ മലയാളത്തിൽ ഏതോ ഒരു നടന്റെ ആക്ടറിന്റെ ഏതോ നമ്പർ എങ്ങാണ്ട് വാങ്ങി കഥ കേട്ടു, ശരിയാണോ? മലയാളത്തില് ഞാൻ ചാൻസ് ചോദിക്കുന്നെല്ലാം ടൈം ഒരു പ്രാവശ്യം എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ആക്ടർ എന്നോട് ചൂടായി. പിന്നെ ഞാൻ അറിയാണ്ട് ഫോൺ നമ്പർ ചോദിച്ചാലോ അവർ നല്ലോണം ചൂടായി. ആ കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ പറഞ്ഞുതരാം. അവർക്കതൊരു ബാഡായിട്ട് തോന്നി. ഹോളിവുഡ് ആക്ടറിനോട് മലയാളത്തിൽ നിന്നുണ്ടായ അനുഭവം പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം? അവര് ആക്ടർ അങ്ങനെ ആക്ടർ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു എന്നോട് സംസാരിച്ചിന്. ആക്ടറിന് എന്തെല്ലാം വേണ്ടത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്താ പറഞ്ഞു ഒരു ആക്ടറിന് എന്തൊക്കെയാ വേണ്ടത്? ആദ്യം ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞു. പിന്നെ അവർ നമ്പർ അവർ തന്നെ എന്റെ ഫോൺ വാങ്ങിയിട്ട് നമ്പർ സേവ് ആക്കി വെച്ച് ആ കോണ്ടാക്ട് ഇപ്പൊ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഫിലിം ഇറങ്ങി പിന്നെ നല്ലൊരു ഫിലിമാ, നിന്റെ ഫേസ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോ ആ നമ്പര് അദ്ദേഹം തന്നെ ഫോണ് വാങ്ങി നമ്പർ സേവ് ചെയ്തിട്ട് ഇപ്പോഴും മെസ്സേജ് അയക്കോ ജോസഫ് ആൽറ്റിന് ഇപ്പോൾ മെസ്സേജ് അയക്കലുണ്ടല്ലോ. അപ്പൊ അത് മലയാളികളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു ഇതാണല്ലേ ഹോളിവുഡ് ആക്ടേഴ്സിന്റെ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഭാഗ്യ ഞാന് പിന്നെ ഇംഗ്ലീഷ് ഫിലിം ഞാൻ കാണല് കുറവായിരുന്നു. ഞാൻ മലയാളം ഫിലിം തന്നെയാണ്, എനിക്ക് മലയാളം ഫിലിം തന്നെ ഇഷ്ടം. മലയാളം ഫിലിം തന്നെയാണ് ഞാൻ കാണലും. പഴയ ദിലീപിന്റെ CID മൂസ ഇതെല്ലാം എന്റെ ഫേവറേറ്റ് ഫിലിംസ്. അപ്പോ ഈ ഒരു ആടുന്ന് ഇല്ല ജേണിയാണ് ഹോളിവുഡിലേക്ക് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയതാണ്. ഭാഷ ഏതായാലും അഭിനയം ഒന്ന് തന്നെയാണല്ലോ അല്ലേ? ഭാഷ ഏതായാലും അഭിനയം ഒന്ന് തന്നെയാണ്. ഭാഷയും എനിക്ക് ഇംഗ്ലീഷില് വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല സംസാരം. പിന്നെ അവിടുന്ന് പഠിക്കേണ്ട വന്ന് ഇംഗ്ലീഷ് ഫിലിമിലേക്ക് ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാലോ ഇംഗ്ലീഷ് എന്തായാലും പഠിച്ചേ പറ്റൂന്നില്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിച്ചു. 3ാമത്തെ സിനിമ മാജിക് ഫാർ അവേ എന്ന് പറഞ്ഞൊരു മൂവിയായിരുന്നു. അത് അവതാർ പോലത്തെ ഒരു സിനിമയാണ്. റിലീസ് ആയോ? ഇല്ലില്ല, അതിന്റെ റിലീസ് ഒന്നും ഡേറ്റ് അവർ ഇഷ്യൂ ചെയ്തിട്ടില്ല. എപ്പാന്നറിയില്ല, നെക്സ്റ്റ് ഇയർ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.
അതിൽ ഞാൻ ഫോട്ടോസ് ഒക്കെ കണ്ടായിരുന്നു, ചെവിയൊക്കെ ഇങ്ങനെ വലിയ ചെവിയൊക്കെ ആയിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അതെന്താ അങ്ങനെ ഒരു ക്യാരക്ടർ? രാവിലെ 4 മണിക്ക് തുടങ്ങും മേക്കപ്പ് ചെയ്യാൻ. 5, 6, 3 മണിക്കൂർ മേക്കപ്പ് ചെയ്തതിനാ ഈ ചെവിയെല്ലാം ഭയങ്കര നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ചെവി വൈകുന്നേരം ആകുമ്പോ ഭയങ്കര പെയിനാണ്, നല്ല പെയിൻ ഉണ്ടായിന് ചെവി വൈകുന്നേരം ആകുമ്പോ. ആദ്യം രസം ഉണ്ടായിന്, 1 ദിവസം 2 ദിവസം എല്ലാം ഫോട്ടോ എടുക്കലും നല്ല രസം ഉണ്ടായിന്. 3-ാമത്തെ ദിവസം മുതൽ ചെവി വേദനയായിരുന്നു, ചെവി നല്ല വേദനയായി. നീണ്ട മൂക്കും വലിയ ചെവിയെല്ലാം ചെയ്യാൻ വേതാളം പോലെ ഒരു ക്യാരക്ടറാണ്. വേദാളാ അതല്ല, അങ്ങനെ ഒരു കോമഡി ആയിട്ടുള്ള ക്യാരക്ടറാണ്. എന്താ അത്? ഒരു രാജകുമാരിയുടെ 4-5 ഭടന്മാരാണ്. ഒരു ചെറിയ പുള്ളറിലായിട്ടുള്ള ഒരു അവതാർ ടൈപ്പ് ഫിലിമാണ്. നല്ല രസം ഉണ്ടാവും വിശ്വസിക്കുന്നു. അത് നല്ല ഹോപ്പ് ആയിട്ടുള്ളൊരു മൂവിയാണല്ലേ, പ്രതീക്ഷിക്കുന്ന സിനിമയാണ്. ഏതായിരുന്നു രാജകുമാരി? അവള് പേരാന്നേ മറന്നുപോയി. കിട്ടി സാധനം കിട്ടി. എന്നെ അപ്പൊ രാജകുമാരിയുടെ കിങ്കരന്മാരാണല്ലോ, ഭടന്മാരാണല്ലോ. അപ്പൊ ആ രാജകുമാരിയായിട്ട് ആരായിരുന്നു അഭിനയിച്ചേ? റെബേക്ക ഫെർഗസ് എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് അല്ലേ, ഒരുപാട് മൂവീസിൽ ഉണ്ടല്ലേ? ഒരുപാട് മൂവീസിലുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു സമീപനം എങ്ങനെ, ആക്ട്രസിന്റെ ഒക്കെ പിന്നെ ഒരു പുതുമുഖമായിട്ടൊക്കെ? പെണ്ണുങ്ങളോട് സംസാരിക്കൂല? അങ്ങനല്ല, അതല്ല, ആക്ട്രസിനോട് സംസാരിക്കാൻ അതല്ല. പിന്നെ നല്ല ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ എല്ലാത്തിനും, പിന്നെ ഒരുമിച്ച് തന്നെ ഉണ്ടാവും. നമ്മ ക്രൂ എല്ലാരും ഒരുമിച്ച് തന്നെയാണ്. എന്നാലും പെൺകുട്ടികളോട് സംസാരിക്കാൻ ഒരു ചമ്മലുണ്ടല്ലേ? അതല്ല, നല്ല സുന്ദരിയായിട്ടുള്ള ആക്ട്രസ്, അതല്ല ഞാൻ ഫോട്ടോ നോക്കിയായിരുന്നു. ഒന്നാമത് പേടിയാണ്, അവർ എന്തെങ്കിലും പറയുന്നില്ലൊരു പേടിയുണ്ടായി. ഒരുമിച്ച് ഫോട്ടോ എടുക്കാനും കഴിഞ്ഞു. അതിൽ ത്രൂ ഔട്ട് റോളാണോ അപ്പൊ? അപ്പൊ അവതാർ പോലെ നമ്മള് എല്ലാരും കാത്തിരിക്കുന്ന ഒരു സിനിമ ആയിരിക്കും അല്ലേ അത്? നീ നമ്മളെല്ലാരും കാത്തിരിക്കുന്നില്ലേ? ഇതിലേക്ക് OTT-യിലൊക്കെ വരില്ലേ? ഇനി ഓരന്നെ കട്ട് ചെയ്ത് പയ്യന്നൂരുകാരനായ ഒരു അഷ്ഫാഖിന്റെ മൂവി നമ്മളൊക്കെ കാത്തിരിക്കുന്നതാണല്ലോ, ഈ നല്ലൊരു അവതാർ പോലത്തെ മൂവി. അതാ ഞാൻ ഉദ്ദേശിച്ചേ. അഷ്ഫാഖ് കാത്തിരിക്കുന്നില്ല ആ സിനിമ കാണാനായിട്ട്? 3-ാമത്തെ സിനിമ കഴിഞ്ഞ് 4-ാമത്തെ സിനിമ ഹംഗ്രി അല്ലേ? അപ്പൊ ആ ഹംഗ്രി എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഭയങ്കര വിശപ്പുണ്ട്. അതെന്താ സിനിമ? അതില് മെയിൻ ആക്ടറിന്റെ ഡൂപ്പാന് മെയിൽ പേര് ജിം എസ്കിമാൻ എന്ന് പറഞ്ഞ ആക്ടറിന്റെ ഒരു ഡൂപ്പായിരുന്നു. അത് വളരെ വലിയൊരു കുളമുണ്ട്, അതിന്റെ അടിയിൽ നിന്നല്ല കുളത്തിലുള്ള ഷൂട്ട് ഞാൻ കണ്ടു. മറ്റേ അയാൾക്ക് ചെയ്യാൻ കഴിയാത്തോണ്ടായിരിക്കും കാലിന്റെ അടി. അതെന്തായിരുന്നു അപ്പൊ? അതാ ഒരു സർവൈവൽ മൂവിയാണ്, സർവൈവൽ ത്രില്ലറാണ്. ത്രില്ലറാണ്. അതില് കുളത്തിന്റെ അടിയിൽ കാലെല്ലാം കുടുങ്ങുന്ന ഒരു സീൻ ഉണ്ട്, അതെല്ലാം ഞാനാ ചെയ്ത്. അങ്ങനെ കൊറേ സീൻ. അല്ല, കുളത്തിന്റെ അടിയിൽ കാല് കുടുങ്ങാൻ എന്തായിരുന്നു? കുളത്തിന്റെ അടിയിൽ അവർ ബോട്ടാറ്റം മറിയുന്നതാന്ന് തോന്നുന്നു. ബോട്ടില് മറിഞ്ഞിട്ട് കുളത്തിന്റെ അടിയിൽ കാല് കുടുങ്ങല്, അയാള് കാല് കുടുങ്ങേണ്ട. അതിങ്ങനെ ഇരുന്നിട്ട് കുറെ നേരം പിന്നെ ആ ഷൂട്ട് ചെയ്യുന്ന ഒരു സീൻ ഞാൻ കണ്ടായിരുന്നു, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഹോളിവുഡ് സിനിമയിൽ എപ്പോഴും ഈ മറ്റേ വലിയൊരു തടാകങ്ങളൊക്കെ ഭയങ്കര ഒരു ഭാഗമാവും, അങ്ങനെയുള്ള ബോട്ട് മറിയലും അവിടുന്ന് രക്ഷപ്പെടലും ഒക്കെ. അതെല്ലാം അവർ സെറ്റ് ഇട്ടതാണ്, ആ ട്രീയും എല്ലാം അവർ സെറ്റ് ഇട്ടതാണ്. ആ തടാകമൊക്കെ സെറ്റാണോ? അതെല്ലാം സെറ്റാണ്, അതിന് വേണ്ടിക്ക് ചെയ്തതാണ്, അന്ന് ഒറിജിനൽ അല്ല. അപ്പൊ അധികം അവിടെ ഭയങ്കര എല്ലാം ഒറിജിനൽ ആയിട്ടുള്ളതാണോ, അധികം സെറ്റാണോ കൂടുതലായിട്ട്? എല്ലാം സെറ്റ് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. ഓ, നീന്താനൊക്കെ അറിയോ? നീന്തുന്ന രംഗമൊക്കെ ഉണ്ടോ? നീന്താൻ എനിക്ക് അറിയാം. ഞാന് നമ്മുടെ നാട്ടില് കടലുണ്ടല്ലേ, അപ്പൊ ഞാൻ വൈകുന്നേരം എല്ലാ ഫ്രണ്ട്സും എത്തിട്ട് തന്നെയാണ് ഹാപ്പിനെസ്. വൈകുന്നേരം ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുക, ചായ കുടിക്കുക, കടലിൽ നീന്താ, അതാണ് ഇഷ്ടപ്പെട്ട. ഹംഗ്രി സർവൈവൽ ത്രില്ലർ ആണ്. അത് ഇറങ്ങുന്ന എപ്പോഴാണ്? റിലീസ് ഡേറ്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ ഹംഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് 5-ാമത്തെ സിനിമ ഏതാ? ദി ആക്സെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമാണ്. അതും ആക്ടേഴ്സിന്റെ ഡൂപ്പാണ്. ബലൂണില് ഒരു ഹോട്ട് എയർ ബലൂണില് പോകുമ്പോ അത് അപകടം ഉണ്ടാകുന്ന ഒരു സീനും കാര്യങ്ങളിലും ഉണ്ട്. അപ്പൊ ആക്ടറിന്റെ ഒരു ഡൂപ്പായിട്ട് അതിൻ്റെ അകത്ത് അഭിനയിക്കാൻ പറ്റി. ശരിക്കും ഈ ഡ്യൂപ്പായിട്ട് അഭിനയിക്കാൻ ഇഷ്ടമുണ്ടായോ, അതോ ഈ പൈസയൊക്കെ
വിചാരിച്ചിട്ട് അങ്ങനെ അഭിനയിച്ചാണോ? എങ്ങനെയാ അത്? അങ്ങനല്ല, ഫിലിമിനോട് ഇഷ്ടം കൊണ്ട് പോകുന്നതാ. ഡൂപ്പെങ്കിൽ ഡൂപ്പ്, ഫിലിം അഭിനയിക്കണമെന്നില്ല താല്പര്യമാണ്. അത് ഫിലിമിലേക്ക് വിളിക്കുമ്പോൾ തന്നെ ആ ഫിലിമല്ലേ എന്നുള്ളൊരു ഇതുണ്ട്. അതിൽ ഡൂപ്പായാലും ശരി, എന്തായാലും ഫിലിമാണെങ്കിൽ അവിടെ ഞാനുണ്ടാവും. ഇനിയിപ്പോ മാൾട്ടയില് ഇങ്ങനെ പോവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ അടുത്ത് തന്നെ. അവിടെ ഒരുപാട് ഓഫർ വരുന്നുണ്ടോ സിനിമയില്? ഓഫർ ട്രൈ ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ടേക്ക് ട്രൈ ചെയ്യണോ. അല്ല, എന്തെങ്കിലും കോള് വന്നായിരുന്നു ഈ സിനിമകൾ കണ്ടിട്ട്? ആ ഒന്നുണ്ട്, പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നുണ്ട്, ഷൂട്ടുണ്ട്. അപ്പൊ ഈ പണിയും ഈ ഷൂട്ടും ഒക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? പണി എന്ന് പറയുമ്പോ ഞാൻ എന്റെ ഫാമിലി അവിടെ ഉണ്ട്. എന്റെ ബ്രദറല്ലോ 20 years ആയി അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവര് നല്ല സപ്പോർട്ടായിരിക്കും അല്ലേ? എന്റെ ബ്രദറല്ലോ നല്ല സപ്പോർട്ടാ. ഷൂട്ടിന് അവര് എല്ലാ ഷൂട്ടും മാൾട്ടയിൽ തന്നെയാ? എല്ലാ ഷൂട്ടും മാൾട്ടയിലാണ്. അപ്പൊ ആദ്യത്തെ മൂവിയിൽ അങ്ങനെ എന്തോ പോസ്റ്റർ കണ്ടിട്ട് വിളിച്ചു ചോദിച്ചു, അങ്ങനെയാണ് ഡയറക്ടറിന്റെ അടുത്ത് പോയിട്ട് ചാൻസ് കിട്ടിയത്. അപ്പൊ രണ്ടാമത്തെ മൂവിയിലേക്ക് എങ്ങനെയാണ്? ആദ്യത്തെ ഈ പടം കണ്ടിട്ട് ആദ്യത്തെ പടം കണ്ടിട്ട് വിളിച്ചതാ രണ്ടാമത്തെ പടത്തിലേക്ക്. അതേതായിരുന്നു മൂവി? നോട്ട് വിത്തൗട്ട് ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമാണ്. അതിലേക്ക് ആ ഒരു ജേണി എങ്ങനെയാ അതിന്റെ? അതില് ജോഷ് ദുമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടർ ഉണ്ട്. പിന്നെ ഹോളിവുഡിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നടനല്ലേ അത്? വലിയ നടന. പ്രായമായില്ലേ? 52 വയസ്സ്. നല്ല ഏജ് ഉണ്ട്. അടിപൊളി നടനാ. അന്നേരത്തെ അല്ലേ അടിപൊളി നടനാണ്. പക്ഷെ ഇപ്പം പ്രായമായെങ്കിൽ കൂടി അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയാണ് അഭിനയിച്ചത്. അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. വലിയ ഹോളിവുഡിൽ ഫേമസ് ആക്ടറാണ്. എനിക്ക് അറിയണ്ടായിട്ടില്ല, ഹോളിവുഡ് ഫിലിം ഞാൻ കാണല് കുറവാണ്ടായിരുന്നു. എനിക്ക് അറിയണ്ടായിട്ടില്ല ഫസ്റ്റ്. പക്ഷെ ആടുന്ന് ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലായി. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലായി ഇത് വലിയ ആക്ടറാണ്. ഇംഗ്ലീഷ് ഫിലിം ഞാൻ കാണല് കുറവാ. മലയാളം ഫിലിം തന്നെയാണ് ഞാൻ കൂടുതൽ കാണല്. ഇപ്പോഴും ഇംഗ്ലീഷ് മൂവി കാണുന്നത് കുറവാണ് ഹോളിവുഡ്? ഇപ്പൊ ഞാൻ ഓരോന്ന് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്റെ പടം തന്നെ കണ്ടില്ല, ലാസ്റ്റ് ബ്രീത്ത്. അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ പടം കണ്ടപ്പോ? ഒരുപാട് ഇഷ്ടമായി. എന്നെ തന്നെ ഞാൻ എന്റെ ഫേസ് തന്നെ ഞാൻ തിയേറ്ററിൽ കാണുമ്പോ ഒരുപാട് സന്തോഷമായി. എന്റെ ഡ്രീം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. കരഞ്ഞോ? ഒരുപാട് സന്തോഷമായി. ഇനിയൊന്നും വേണ്ട, ഇത് ഡ്രീമിന് ഞാൻ അങ്ങനെ നടന്നതാ. ഒരുപാട് ആൾക്കാരോട് ചാൻസ് എല്ലാം ചോദിച്ച് നടന്നതല്ലേ. എന്റെ ഒരു ഫേസ് അത്രയും വലിയ വലിയ ആക്ടേഴ്സിന്റെ ഒപ്പം ഞാൻ കാണുമ്പോ എന്റെ ഒരു അവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആരോടും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കൂട്ടുകാരോടും ഉമ്മയോടും ഉപ്പയോടൊക്കെ പറഞ്ഞപ്പോ അവരുടെ ഒരു ഇതെന്തായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമായി. മൂവി അവരെല്ലാരും കണ്ടു. ഫ്രണ്ട്സ് എല്ലാരും ഒരുപാട് സപ്പോർട്ടാ ഇതില്. ഏതാണ് ഏറ്റവും നല്ല സപ്പോർട്ടുള്ള ഫ്രണ്ട്സ് ആരൊക്കെയാ? ഫ്രണ്ട്സ് അവരെല്ലാരും അവരിവിടെ അവർ ഇവിടെ ഉണ്ട്. ഫ്രണ്ട്സ് എല്ലാരും വന്നിട്ടുണ്ട്. ഫ്രണ്ട്സിന്റെ മുമ്പില് പിന്നെ ഞാൻ ഇടയ്ക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. നീ ആക്ടർ ആണെങ്കിൽ നീ ഇന്ന് അഭിനയിച്ച് കാണിച്ചാൽ ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആണെന്നെല്ലാം പറഞ്ഞിട്ട് അഭിനയിക്കാൻ പറയും. എന്നിട്ട് ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. അവരുടെ മുമ്പില് കരയാൻ പറഞ്ഞാല് കരയും, ചിരിക്കാൻ പറഞ്ഞാല് ചിരിക്കൂ. അവരെ ആ കൂട്ടത്തിലെ നടൻ ഞാൻ തന്നെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാ നമ്മളൊരു സിനിമയിൽ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്നൊക്കെ പറയാം, അതൊരു ഇതായിട്ട് പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാ നമ്മുടെ കണ്ണൂരിന്റെ പയ്യന്നൂരിന്റെ ഒരു മുത്താണിപ്പോ അല്ലെ? നാട്ടുകാരൊക്കെ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ടാണോ കാണുന്നത്? ആർക്കും അങ്ങനെ കൂടുതൽ അറിയില്ലെങ്കിൽ കുറച്ചു പേർക്കെല്ലാം അറിയാം. പോസ്റ്ററൊക്കെ നാട്ടിലൊന്നും ഒട്ടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല? അതൊക്കെ ഫ്രണ്ട്സ് ചെയ്യണ്ടേ? ഫ്രണ്ട്സിനെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ടി വരും ചില കാര്യം. മലയാളത്തിലെ ഒരു ചെറിയ വേഷം, ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്താൽ പോലും ആൾക്കാർ മൊത്തം സിനിമാ നടൻ എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കും, സ്വീകരണമൊക്കെ കൊടുക്കും. പക്ഷെ ഹോളിവുഡിൽ ഇത്ര 5 സിനിമയിൽ അഭിനയിച്ചിട്ട് നാട്ടിലെ ആരും അറിയാത്തപ്പോ ഒരു വിഷമം തോന്നിയോ? നാട്ടിലെ എല്ലാവർക്കും അറിയാം. എന്റെ ക്ലബ് തന്നെ എനിക്ക് സ്വീകരണം തന്നിട്ടുണ്ട്. പിന്നെയും ആൾക്കാർ കൂടുതൽ അറിയണമെന്നില്ല. എന്റെ ഡ്രീം ആൾക്കാർ അറിയണമെന്നില്ലതല്ല എന്റെ ഡ്രീം. എന്റെ ഡ്രീം എനിക്ക് ഫിലിമിൽ അഭിനയിക്കണമെന്നില്ലതാണ് എന്റെ ഡ്രീം. ഫിലിമിൽ അഭിനയിച്ചാൽ മാത്രം പോലെ ആൾക്കാർ അറിയണ്ടേ? ഞാന് അതിന് എന്തിനാ അഭിനയിച്ചാ പോരെ? അതാണോ? പക്ഷെ എന്നാ പോലും എല്ലാരും അറിയണമെന്നില്ല. അത് ശരിക്കും ഹോളിവുഡിൽ അഭിനയിച്ചത് കൊണ്ടാണോ? ഹോളിവുഡിൽ അഭിനയിച്ചത് കൊണ്ടല്ല. ഞാന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊന്നും ഒന്നും അങ്ങനെ ഫോട്ടോസ് ഒന്നും അപ്ഡേറ്റഡ് അല്ല. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ഒന്നും അല്ല. അങ്ങനെ അപ്പൊ അതുകൊണ്ടായിരിക്കണം. അല്ല, എന്നാലും ആൾക്കാർ മൊത്തം അറിയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളൊരു ഡ്രീം അച്ചീവ് ചെയ്തു, അഭിനയിച്ചു. പക്ഷെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പോലും ഇപ്പൊ അവൻ ഹോളിവുഡിൽ അഭിനയിച്ച നടനാണ്, അങ്ങനെ അറിയണം എന്ന് ആഗ്രഹം. എന്റെ നാട്ടിൽ എല്ലാവർക്കും അറിയാം അവൻ ഹോളിവുഡിൽ അഭിനയിച്ചാന്ന്, അവന് ഫിലിം ഭയങ്കര ഇഷ്ടമാണെന്നില്ല കാര്യം എന്റെ നാട്ടിൽ പയ്യന്നൂരുകാർക്ക് കുറെ ആൾക്കാർ അറിയാം. അത്രയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഫിലിമിൽ അഭിനയിക്കണമെന്നില്ല ആഗ്രഹം വെച്ച് പോയതാ. അല്ലാണ്ട്
സ്വീകരണം കിട്ടണോ അങ്ങനെയുള്ള ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോ ശരിക്കും സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ ആക്റ്റീവ് അല്ല. ആക്റ്റീവ് അല്ല സോഷ്യൽ മീഡിയയിൽ. ഞാൻ ഈ അടുത്തെങ്ങാണ്ടാന്ന് ഫോട്ടോസ് എല്ലാം ഇടാൻ തുടങ്ങി. പിന്നെ പിന്നെ പതിയെ എല്ലാവരും അറിയാൻ തുടങ്ങി. ഇങ്ങനെ കുറെ ആൾക്കാർ എന്നോട് ചാൻസ് ചോദിക്കാൻ തുടങ്ങി. ഞാനാന്ന് പണ്ട് എല്ലാവരോടും ചാൻസ് ചോദിക്കലുണ്ട്. ഇതിപ്പോ എന്നോടാന്ന് എല്ലാവരും വന്നിട്ട് ഒരു ചാൻസ് തരുമോ, ഹോളിവുഡിലേക്ക് ഒരു ചാൻസ് ഹോളിവുഡിലേക്ക് ഒരു ചാൻസ് തരുമോ. അതൊരു വലിയ കാര്യല്ലേ, അങ്ങനെ വലിയ കാര്യം തന്നെ. പക്ഷെ അതിലൊരു കാര്യമില്ല ചാൻസ് ചോദിച്ചതില്. ഞാന് തന്നെ എങ്ങനെ ആന്ന് നിൽക്കുന്ന എനിക്കെല്ലാം അറിയൂ. അതെ അതെ, അപ്പോ നമ്മൾ തന്നെ വളർന്ന് വരുന്നല്ലേ ഉള്ളൂ അല്ലേ. അതന്നെ കുറെ ആൾക്കാർ ചാൻസ് ചോദിക്കലുണ്ട്. നാട്ടിലെ പിള്ളേരാണ്, ഒരുമിച്ചുള്ള ഫ്രണ്ട്സ് ഒക്കെയാണോ ചോദിക്കാറല്ല, ആരാ ഇൻസ്റ്റാഗ്രാം വഴിയാണോ? ഇൻസ്റ്റാഗ്രാം വഴിയെല്ലാം കുറെ ആൾക്കാർ ഒരു ഹോളിവുഡിലേക്കുള്ള ഒരു ചാൻസ് താളിയ എല്ലാ കുറെ മെസ്സേജ് എല്ലാം ഉണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്താ പറയാ, മാൾട്ടയില് പോവാനാ പറയുന്നത്? അല്ലല്ല, മാൾട്ടയിൽ പോകാനല്ല, എല്ലാരോടും ട്രൈ ചെയ്യാൻ പറയൂ. മാൾട്ടയിൽ പോയാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് അങ്ങനെ ഒരു ഹോളിവുഡിലേക്ക് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമോ? ഹോളിവുഡില് ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പോവാൻ പറ്റുമല്ലോ. ഫിലിമില് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ എവിടെ എത്തും. അത് പിന്നെ ഹോളിവുഡിലല്ല, അതിൻ്റെ അപ്പുറം എത്തും. മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് അങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്. എവിടെ എത്താണ്ടിരിക്കുമ്പോൾ ഒന്ന് ഫിലിമിൽ അഭിനയിച്ചേ പറ്റൂന്നുള്ള രീതിയിൽ കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരോട് ചാൻസ് ചോദിച്ചിട്ടില്ല, നടന്നല്ലേ. അപ്പൊ അതിനുവേണ്ടി നടന്നുകൊണ്ട് തന്നെ കിട്ടിയ ചാൻസ് ആണ് ഇത്. ഇല്ലെങ്കിൽ ഒരിക്കലും കിട്ടൂലേ. അപ്പം ചില ആൾക്കാര് പിന്നെ അവിടെ തന്നെ ഹോളിവുഡിലൊക്കെ അഭിനയിച്ച ഹോളിവുഡിലെ ബോളിവുഡില് അപ്പൊ അവിടെ തന്നെ അവര് സെറ്റിൽ ആവും. എന്ന് വെച്ചാൽ പിന്നെ മറ്റു ഭാഷകളിൽ, സ്വന്തം നാട്ടിലെ ഭാഷകളിലൊന്നും അഭിനയിക്കില്ല, അവിടെ തന്നെ ആയി പോവും. അങ്ങനെ അവിടെ തന്നെ ഹോളിവുഡ് തന്നെ അഭിനയിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ആഗ്രഹിക്കുന്നൊന്നുമില്ല. ഫിലിമില് ഞാൻ മലയാളം ഫിലിമാന്ന് ഒരുപാട് ആഗ്രഹിച്ചിനി. കിട്ടിയത് ഹോളിവുഡും. അപ്പോ ഇപ്പൊ നാട്ടിലുള്ള സമയത്ത് തന്നെ ഒരു ഫിലിമിന്റെ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട്. ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ അവൻ കിട്ടിയ ഹോളിവുഡ് അല്ല, ഹോളിവുഡാ തന്നതേവോ അല്ലേ? ആഗ്രഹിച്ചതിനെക്കാട്ടി കൂടുതൽ തന്നെയാണ് ശരിക്കും കിട്ടിയത്. 5 ഫിലിമിൽ അഭിനയിക്കാൻ പറ്റി. ഇപ്പൊ മലയാളത്തില് കുറച്ചിങ്ങനെ ഒരു ആൾക്കാരിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. മാൾട്ടയുടെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? കേരളത്തിൽ നിന്ന് അവിടെ പോയിട്ട് എങ്ങനെയാണ് ഈ സസ്റ്റെയിൻ ചെയ്തത്? നല്ല ഇഷ്ടമാണോ മാൾട്ട? എങ്ങനെയാണ്? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യ മാൾട്ട. തണുപ്പും, നല്ല തണുപ്പില്ല, നല്ല ചൂടുമില്ല, നോർമൽ ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ കുറെ മലയാളീസ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. മലയാളികൾ പക്ഷെ കുറച്ച് മറ്റ് യൂറോപ്യൻ കൺട്രീസിനെ വെച്ച് കുറവാന്ന് തോന്നുന്നല്ലേ? കുറവാ. അപ്പൊ മലയാളികൾ അവിടെ വേറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? മലയാളികൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ഹോളിവുഡിൽ ഇപ്പൊ 5 സിനിമ ചെയ്തു. ഇനി ഇപ്പൊ ഹോളിവുഡ് ആണോ അടുത്ത് ചെയ്യാ, മലയാളം ആണോ? എന്തും ചെയ്യും. ഏതെങ്കിലും ഈ സിനിമ ഹോളിവുഡിലെ എല്ലാം, നമ്മൾ ഹോളിവുഡിലൊക്കെ റെഫറൻസ് ഒക്കെ എടുക്കുമല്ലോ മലയാളി സംവിധായകരൊക്കെ. അങ്ങനെ എടുത്തിട്ട് ആരെങ്കിലും അഷ്ഫാഖിനെ കാണുവാണെങ്കിൽ അങ്ങനെ വിളിക്കില്ലേ? അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, വിളിച്ചിട്ടില്ല. ആരും വിളിച്ചിട്ടില്ല. ആരും വിളിക്കണ്ടേ? അതല്ല, മലയാളത്തിൽ നിനക്ക് അഭിനയിക്കണ്ടേ? മലയാളത്തിൽ അഭിനയിക്കണോ? ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തോണ്ടാണ്. സോറി, മാറിപ്പോയി. അതല്ല, ഈ സിനിമ കണ്ടിട്ട് മലയാളി സംവിധായകരാരെങ്കിലും വിളിക്കുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? വിളിക്കുന്നില്ല പ്രതീക്ഷ ഇല്ല. അല്ല, ഉണ്ട്, വിളിക്കുന്നില്ല പ്രതീക്ഷ ഉണ്ട്. മലയാളത്തിലും വിളിച്ചാൽ ഇപ്പോ ഹോളിവുഡിൽ. അതല്ല, ഇത് കണ്ടിട്ടില്ലേ? ഇപ്പൊ മലയാളി സംവിധായകർക്ക് ഹോളിവുഡ് മൂവിയൊക്കെ കാണുമല്ലോ. അപ്പൊ അവരിങ്ങനെ ഇത് അഷ്ഫാഖ് ആണെന്നൊക്കെ അറിഞ്ഞ സിനിമയിലേക്ക് വിളിക്കുമല്ലോ. അങ്ങനെ ഏതെങ്കിലും വിളി വന്നിട്ടുണ്ടോന്ന്? ഇല്ല, ഇതുവരെ വന്നിട്ടൊന്നുമില്ല. വിളിച്ചാ പോവും, ഫിലിമല്ലേ. അപ്പൊ ഇനി ഒരു മലയാള സിനിമയിൽ നമുക്ക് കാണാം. ഉറപ്പല്ലേ? നടനായിട്ട്. ഇത് കോമഡി ആണോ ഇഷ്ടം? നന്നായിട്ട് കോമഡി റോളൊക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നു എനിക്ക്, വർത്താനൊക്കെ കേൾക്കുമ്പോ. ദിലീപാണ്. ആണോ? ഒരു മിനിറ്റ്, ഇത് മാറ്റണേ. ദിലീപ് ഏട്ടനാണ്. ഏട്ടനെന്ന് പറയാൻ മറന്നുപോയി. ഒരു മിനിറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ദിലീപ് ഏട്ടനെയാണ്. അതല്ല, ദിലീപ് ഏട്ടനെയാണ്. ദിലീപ് ഏട്ടൻ ഇപ്പൊ അടുത്ത് ഏത് സിനിമ കണ്ടേ? ദിലീപിന്റെ പിന്നെ പ്രിൻസ്. ഒരിക്കൽ ദിലീപേട്ടൻ അല്ല, ദിലീപേട്ടൻ തന്നെയല്ലേ പറയണ്ട്. ദിലീപേട്ടന്റെ പിന്നെ ഫിലിം പ്രിൻസ് ഇഷ്ടപ്പെട്ടോ? അതില് ദിലീപേട്ടന് ഈ ജാക്കറ്റ് എല്ലാം ഇട്ടിട്ട് വരുന്നല്ലേ, ശരിക്ക് ഫുള്ള് പഴയ നമ്മുടെ ദിലീപേട്ടനെ കാണാൻ പറ്റും. ദിലീപനെ അല്ല, ദിലീപേട്ടന് ഇതിടല്ലേ. സാരമില്ല, ദിലീപേട്ടൻ. നമ്മളിപ്പോ സ്നേഹത്തോടെ എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല. സ്നേഹം ഉണ്ടായാൽ മതിയല്ലോ ഉള്ളില്. സ്നേഹത്തോടെ അതല്ല, നമ്മൾ പെട്ടെന്ന് സ്നേഹത്തോടെ നീ കുറച്ച് ആട്ടും കാട്ടെടുത്തു. അപ്പൊ ദിലീപേട്ടനൊക്കെ ഇത് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും അഷ്ഫാഖിനോടൊരു സ്നേഹം തോന്നും. എന്ന് വെച്ചാൽ അത്രയും സ്നേഹിക്കുന്നല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ശരിക്കും
ഞാൻ CID മൂസേനെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആസിഫ് അലിയുടെ കൊത്ത് എന്ന് പറഞ്ഞ ഫിലിമില് നമ്മളെല്ലാം ഒരു ജനങ്ങളെ കൂട്ടത്തില് നിർത്തിക്കുന്ന ആകുമ്പോ ചാൻസ് ഉണ്ട്. ഞാൻ ഒറ്റൊരു കാര്യം ചോദിച്ചിട്ടുള്ളൂ, എന്റെ ഫേസ് ആണോ എന്ന് പറഞ്ഞാൽ ആ ഫേസ് ആണ്. ഞാനും എന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് പോയി. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ബസ്സിലെല്ലാം ഇരുത്തിച്ച് എല്ലാം എടുത്ത് ലാസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് നോക്കുകൊണ്ട് ബസ് പറയുമ്പോ ഞാനേ ഒത്തില്ല. ആണോ? ആ ബസ്സില് ഉണ്ട്, അശ്വാക്ക് ഉണ്ട് ബസ്സില്. പറയാൻ ആ ബസ്സിൽ ഞാനുണ്ട്. വിശ്വസിക്കോ? ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു എന്റെ. ആ പിന്നെ ഒരുപാട് ഫോട്ടോ എടുക്കും. അല്ല അന്നേരം ഇപ്പൊ ഒരു തമാശയായിട്ട് തോന്നുമെങ്കിൽ അന്നേരം കരഞ്ഞോ, വിഷമം തോന്നിയോ? ഒരാള് പറഞ്ഞിട്ടുണ്ട് തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു പോയിട്ടുണ്ട് സീൻ ഇല്ലാഞ്ഞിട്ട് എന്നൊക്കെ. നല്ല സങ്കടമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സീൻ അഭിനയിക്കാൻ വേണ്ടിട്ട് എത്ര മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്തതിന്? ഒരു ഫുൾ ഡേ ഉറപ്പരം തന്നെ ഉണ്ടായിരുന്നു ആ ഒരു സീൻ അഭിനയിക്കാൻ. അപ്പം ആസിഫ് അലിയുടെ കൂടെ ആയിരുന്നോ കോമ്പിനേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ചോദിക്കുന്നത്. ഒരുമിച്ചിട്ടല്ല. റോഷൻ, അതാണ് റോഷൻ മാത്യു ബസ് ഇങ്ങനെ പുറത്തേക്ക് കൈയിടുന്നത്. ആ ബസ്സിലാണോ നീ ഉള്ളത്? ബസ്സിൽ ഞാനുണ്ട്. ആ ബസ് അവനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് ഒറ്റ പോക്ക് പോയി. ഞാൻ അതിന്റെ ബാക്ക് സീറ്റിൽ. ആ ഒരു സീനിൽ മാത്രം, വേറെ സീനിലൊന്നും വിളിച്ചില്ലായിരുന്ന ആ സിനിമയിൽ? അന്ന് ഹോളിവുഡില് 5 സിനിമകൾ അഭിനയിച്ചു. ഇനി ശരിക്കും ഹോളിവുഡിൽ നിന്ന് മലയാളത്തിലേക്ക് നല്ല വേഷങ്ങൾ കിട്ടാൻ എളുപ്പമായിരിക്കും ഇനി, അല്ലെ? അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ റെഫറൻസ് വെച്ചിട്ടായിരിക്കും ഇനി സംവിധായകരുടെ അടുത്തൊക്കെ പോവാ? ഇല്ല, ഞാൻ ഒരു ചാൻസ് തരുമോന്ന് പണ്ടേ ചോദിക്കുന്നതിന്. ഡയറക്ടറെ കണ്ടാലും ആരെ കണ്ടതിനാലും സാർ ഒരു ചാൻസ് മറ്റേലും ചോദിക്കല്ലേ. അല്ല ഇതൊക്കെ കാണിച്ചിട്ട് ഇനി ഞാനിങ്ങനെ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞൂടെ? പറയാം. ഫാമിലിയൊക്കെ കല്യാണൊക്കെ നോക്കുന്നുണ്ടോ? എത്ര വയസ്സായിപ്പോ? 10-27 എനിക്ക് 27 വയസ്സായിട്ടില്ലു. മലബാറിലൊക്കെ പെട്ടെന്ന് കെട്ടിക്കുമല്ലോ ചെറിയ? ഇല്ല, ആടെയൊന്നും പെട്ടെന്ന് കെട്ടിക്കലൊന്നുമില്ല. ആര് പറഞ്ഞു കെട്ടിക്കല്? അല്ല എന്റെ നാട്ടിലൊക്കെ കെട്ടിക്കും. 27 ആയിട്ടുള്ളൂ. എല്ലാം സെറ്റിൽ ആയിട്ടാ കല്യാണൊക്കെ. പ്രണയം അതൊക്കെ ഉണ്ടോ? ഒട്ടുമില്ല. പ്രണയം സിനിമയോട് മാത്രം അല്ലേ? സിനിമയോട് മാത്രം. അപ്പൊ ഇനി ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ, മലയാളത്തിൽ വലിയൊരു അറിയപ്പെടുന്ന നടനായിട്ട് മാറട്ടെ. എന്തായാലും ആവും. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും നേരം എന്റെ കൂടെ ഇരുന്നേ. ഓക്കെ, ബൈ ബൈ.